നമസ്കാരം. രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ച് വീണ്ടും സൈറണുകൾ മുഴങ്ങുകയാണ്. ടെഹ്റാന്റെ ആകാശത്ത് സ്ഫോടനങ്ങളുടെ പ്രകാശം പടരുമ്പോൾ തെലവീവിലെ ജനങ്ങൾ ബങ്കറുകളിലേക്ക് ഓടുകയാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വെടിനിർത്തലിന്റെ പ്രതീക്ഷയിൽ ശ്വാസമെടുത്ത പശ്ചിമേഷ്യ ഇന്ന് വീണ്ടും യുദ്ധത്തിന്റെ തീക്കടലിലേക്ക് വീഴുകയാണ്. ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ വീണ്ടും മിസൈൽ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അതിന് പിന്നാലെ ടെഹ്റാനിലും ഇസ്ഫഹാനിലും ഇസ്രയേൽ തിരിച്ചടിച്ചു. ഏപ്രിൽ 8 താൽക്കാലിക വെടിനിർത്തലിനു ശേഷം ആദ്യമായി ഇരു രാജ്യങ്ങളും പരസ്പരം നേരിട്ട് ഏറ്റുമുട്ടുകയാണ്. എന്നാൽ ഇത് വെറും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക സംഘർഷമല്ല. ഇത് പശ്ചിമേഷ്യയുടെ ഭാവിയെ നിർണ്ണയിക്കാൻ പോകുന്ന ഒരു അധികാര പോരാട്ടമാണ്. ഇസ്രയേലിനെതിരെ വീണ്ടും ആക്രമണവുമായാണ് ഇറാൻ രംഗത്തെത്തിയത്. ഇസ്രയേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയെന്ന് ഇറാനിയൻ സർക്കാർ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. എന്നാൽ ആക്രമണത്തിന്റെ വ്യാപ്തിയോ ലക്ഷ്യമിട്ട പ്രദേശങ്ങളെ കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ അവർ പുറത്തുവിട്ടിട്ടില്ല. ഇസ്രയേലിൽ പലയിടങ്ങളിലും സൈറൺ മുഴങ്ങുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. മിസൈൽ ആക്രമണത്തിന് പിന്നാലെ പ്രതികരണവുമായി ഇസ്രയേലിലെ മന്ത്രി ഇറ്റ്മർ ബെൻ ഗിവിർ രംഗത്തെത്തി. ഇന്ന് രാത്രി ടെഹ്റാൻ കത്താമെന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത്. ലെബനൻ തലസ്ഥാനത്തെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായത്. സ്ഥിതിഗതികൾ അതീവ സംഘർഷഭരിതമാണെന്നും മേഖലയിൽ കൂടുതൽ സൈനിക ഏറ്റുമുട്ടലുകൾക്ക് സാധ്യതയുണ്ടെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യുദ്ധങ്ങൾ എല്ലായ്പ്പോഴും അതിർത്തികളെ കുറിച്ചല്ല, പലപ്പോഴും അത് അഭിമാനത്തെക്കുറിച്ചും ആധിപത്യത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചുമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിനെതിരെ നിലകൊള്ളുന്നത് അവരുടെ പ്രാദേശിക സ്വാധീനത്തിന്റെ രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. മറുവശത്ത് ഇസ്രയേലിന് ഇത് ദേശീയ സുരക്ഷയുടെ പേരിലുള്ള നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. ഈ രണ്ട് കാഴ്ചപ്പാടുകൾക്കിടയിൽ സമാധാനം പതറുകയാണ്. ലോകം മുഴുവൻ യുദ്ധം അവസാനിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുമ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുമ്പോഴും ഭൂമിയിൽ നടക്കുന്നത് മറ്റൊന്നാണ്. നയതന്ത്രത്തിന്റെ ഭാഷയിൽ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ യുദ്ധഭൂമിയിലെ നേതാക്കൾ ശക്തി പ്രകടനത്തിന്റെ ഭാഷയിലാണ് പ്രതികരിക്കുന്നത്. കാരണം രാഷ്ട്രീയ നേതാക്കൾക്ക് ചിലപ്പോൾ സമാധാനത്തെക്കാൾ പ്രയോജനം യുദ്ധം നൽകാറുണ്ട്. ഇസ്രയേൽ ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ ശക്തമായ സൈനിക പ്രതികരണം ഭരണകൂടത്തിന് അനുകൂലമായ ദേശീയ വികാരം സൃഷ്ടിക്കുന്നുണ്ട്. ഇറാനിലും അവസ്ഥ വ്യത്യസ്തമല്ല. സാമ്പത്തിക പ്രതിസന്ധികളും അന്താരാഷ്ട്ര ഉപരോധങ്ങളും ആഭ്യന്തര അസ്വസ്ഥതകളും നേരിടുന്ന ഭരണകൂടത്തിന് വിദേശ ശത്രുവിനെതിരെ പ്രതിരോധത്തിന്റെ പ്രതീകമായി സ്വയം അവതരിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മിസൈലുകൾ വെറും സൈനിക ആയുധങ്ങൾ മാത്രമല്ല, അവ രാഷ്ട്രീയ ഭീഷണികൾ കൂടിയാണ്. എന്നാൽ ഏറ്റവും വലിയ ചോദ്യം ഇനി എന്ത് എന്നുള്ളതാണ്. ഇത് നിയന്ത്രിതമായ പ്രതികാര ആക്രമണങ്ങളുടെ പരമ്പരയായി തുടരുമോ, അതോ പശ്ചിമേഷ്യയെ മുഴുവൻ വിഴുങ്ങുന്ന പ്രാദേശിക യുദ്ധമായി പടർന്നു പിടിക്കുമോ? യമനിലെ ഹൂതികളും ലെബനനിലെ ഹിസ്ബുള്ളയും സിറിയനിലെയും ഇറാഖിലെയും ഇറാൻ അനുകൂല സായുധ സംഘടനകളും കൂടുതൽ സജീവമായാൽ യുദ്ധത്തിന്റെ വ്യാപ്തി പ്രവചിക്കാൻ പോലും കഴിയാത്ത നിലയിലേക്ക് എത്തും. അതിലും ഭീകരമായ മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധം ഒരിക്കലും പശ്ചിമേഷ്യയിൽ മാത്രം ഒതുങ്ങില്ല എന്നുള്ളത്. എണ്ണ വില ഉയരും, ആഗോള സമ്പദ് വ്യവസ്ഥ കുലുങ്ങും, അന്താരാഷ്ട്ര വ്യാപാര പാതകൾ ഭീഷണിയിലാകും, ലോകശക്തികൾ വീണ്ടും പുതിയ ചേരികളായി വിഭജിക്കപ്പെടും. ഒരു മിസൈൽ പതിക്കുന്നത് ടെഹ്റാനിലോ ടെലവീവിലോ ആയിരിക്കാം, പക്ഷെ അതിന്റെ പ്രകമ്പനം അനുഭവിക്കുന്നത് ലോകത്തിന്റെ വിവിധ കോണുകളിലായിരിക്കും. ഇതിനിടെയാണ് ഇസ്രയേൽ മന്ത്രി ഇറ്റ്മർ ബെൻ ഗിവിറിന്റെ വാക്കുകൾ ലോകത്തെ ഞെട്ടിക്കുന്നത്. ഇന്ന് രാത്രി ടെഹ്റാൻ കത്തണം. ഇതൊരു രാഷ്ട്രീയ പ്രസ്താവന മാത്രമല്ല, ഈ മേഖലയിലെ വികാരങ്ങളുടെ ചൂടും പ്രതികാരത്തിന്റെ തീവ്രതയും വ്യക്തമാക്കുന്ന മുന്നറിയിപ്പാണ്. ഇന്ന് പശ്ചിമേഷ്യ ഒരു അഗ്നിപർവ്വതത്തിന്റെ പടിവാതിൽക്കൽ നിൽക്കുകയാണ്. വെടിനിർത്തലിന്റെ നേർത്ത നൂലിഴ പൊട്ടിക്കഴിഞ്ഞു. ഇനി സമാധാനത്തിന്റെ ശബ്ദം ഉയരുമോ, അതോ മിസൈലുകളുടെ ശബ്ദം ചരിത്രം തിരുത്തി എഴുതുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. കാരണം ഈ യുദ്ധം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടം മാത്രമല്ല ഇപ്പോൾ. ഇത് ശക്തിയും സ്വാധീനവും രാഷ്ട്രീയ നിലനിൽപ്പും ദേശീയ അഭിമാനവും തമ്മിലുള്ള ഏറ്റുമുട്ടലാവുകയാണ്. ആ ഏറ്റുമുട്ടലിന്റെ തീയിൽ ഇന്ന് കത്തുന്നത് പശ്ചിമേഷ്യയാണ്. നാളെ അതിന്റെ പുക മൂടുക ലോകത്തെ മുഴുവനാകുമോ എന്ന ആശങ്കയിലാണ് മനുഷ്യരാശി.